സ്റ്റാർട്ടിങ്ങിൽ കുറേ സംഭവമൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തു, പക്ഷേ വോയിസ് എന്തോ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ആഡ് ചെയ്തത്. എനിവേ സ്റ്റാർട്ടിങ് 11 മുതലാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ കേട്ടോ. ആഴ്സണലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് 11-ലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ റൈറ്റ് ബാക്ക് ആയിട്ടുണ്ടായിരുന്ന പാർട്ടിയാണ്, ലെഫ്റ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ടിംബറാണ്. റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ടോട്ടലി ഡിഫൻസിൽ അവർക്കൊരു ഇഞ്ചുറി ക്രൈസിസ് ആണ്. അവിടെ സാലിബ ഉണ്ട്, ടിംബർ ഉണ്ട് എന്നല്ലാതെ ഇപ്പം അവിടെ ഗബ്രിയേൽ അവൈലബിൾ അല്ല, കെലാഫിയോറി അവൈലബിൾ അല്ല, അതേപോലെ തന്നെ റൈറ്റിൽ ഒരു മനുഷ്യന്മാരും അവൈലബിൾ അല്ല. ഇതൊക്കെ ടൊമിയാസും ആരും അവൈലബിൾ അല്ല. അപ്പോൾ അത് അവരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തോമസ് പാർട്ടി ഇൻവേർട്ടഡ് ഫുൾ ബാക്ക്, അങ്ങനത്തെ ഒരു പണി തോമസ് പാർട്ടിയിൽ വർക്കാവില്ല പ്രോപ്പറായിട്ട്. അത് നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ സീസണിൻ്റെ തുടക്ക സമയത്തെ പാർട്ടിനെ ഈ റൈറ്റിലിട്ടുള്ളൊരു പരിപാടി തുടങ്ങിയതാണ്, പക്ഷെ അത് വർക്കാവില്ല. അവർ ഇപ്പോഴൊക്കെ കളിപ്പിക്കുന്നത് ഗതികെട്ട അവസ്ഥ ആയതുകൊണ്ടാണ്. എനിവേ അറിയാലോ, വൾണറബിൾ ആവും ആ റൈറ്റ് സൈഡ്. പിന്നെ ലെഫ്റ്റിൽ ടിംബറാണുള്ളത്. എനിവേ നമ്മൾ മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഫസ്റ്റ് അറ്റാക്ക് തന്നെ അവിടെ ഫുൾഹാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നല്ല റണ്ണാണ് റൗൾ ജിംനസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബോൾ ഇവോബി ആണെന്ന് കൊടുത്തത്. നല്ല ഒരു റണ്ണ് നടത്തി, ആളത് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത്. എനിക്ക് തോന്നുന്നു അത് സാലിബ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. സാലിബയ്ക്ക് അത് ഒന്നുകൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ അവിടെ അവർ ഗോൾ കൺസീഡ് ചെയ്തു. പിന്നെ സാലിബയിലൂടെയാണ് ആഴ്സണൽ തിരിച്ചടിക്കുന്നത്, സെറ്റ് പീസിലൂടെ. എഗെയിൻ ഒരു ഗോൾ സെറ്റ് പീസ് കൂടെയാണ് വരുന്നത്. സെറ്റ് പീസിൽ അവരെത്ര സ്ട്രോങ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം, ആഴ്സണൽ സൈഡിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം അവർ സെറ്റ് പീസിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സോളിഡ് ചാൻസസ് എല്ലാം വന്ന് സെറ്റ് പീസ് കൂടെയാണ്. എന്നാൽ സെറ്റ് പീസ് അവർക്കെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഇല്ല. തോമസ് പാർട്ടിൻ്റെ ഒരു ഹെഡർ, ഒരു ഓപ്പൺ ഹെഡർ തോമസ് പാർട്ടി മിസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് കൂടാതെയും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലറ ചില്ലറ സെറ്റ് പീസിന് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില സെറ്റ് പീസ് എന്താ പറയുക, നമ്മൾ അങ്ങനെ പതിവായിട്ട് കാണുന്നൊരു കാഴ്ചയല്ല. നമ്മുടെ ഡെക്ലാൻ റൈസിൻ്റെ സൈഡിൽ നിന്നുള്ള സെറ്റ് പീസുകൾ ഇങ്ങനെ പാഴായി പോകുന്ന കാഴ്ച അത് നമ്മൾ 2-3 തവണ ഈ ഒരു മാച്ചിൽ കണ്ടു. പിന്നെ സാക്കയിൽ നമുക്കറിയാം ആഴ്സണൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആണ്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് പാരലൈസ് ആയി കിടക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം സാക്കയിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന സമയത്ത് സാക്ക പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടലി അറ്റാക്ക് എന്താ പറയുക, തളർവാദം പിടിച്ച പോലെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമാണ്. റൈറ്റ് ബാക്ക് അറിയാം, അവിടെ നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല ഉള്ളത്, ആ തരത്തിലുള്ള ഔട്ട്പുട്ട് അവിടെ നിന്ന് കിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് റൈറ്റ് സൈഡിൽ നിന്ന് സാക്കയ്ക്ക് കിട്ടില്ല. അപ്പം അതിൻ്റെ പ്രശ്നം ഓൾറെഡി ഒഡേഗാർഡൊന്നും പഴയ ഫോമിലല്ല. ഇഞ്ചുറി പ്രശ്നങ്ങൾക്ക് ശേഷം ഒഡേഗാർഡായിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ റൈറ്റ് സൈഡിലും കാര്യമായിട്ടുള്ള പ്രശ്നം അവർ അലട്ടുന്നുണ്ട്. ലെഫ്റ്റിനെ കുറിച്ച് പിന്നെ പറയണ്ട, സ്റ്റാർട്ട് ചെയ്തത് ട്രൊസാഡ് എപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും ട്രൊസാഡിൻ്റെ ഒരു ഔട്ട്പുട്ട് തരാറില്ല. ട്രൊസാഡ് എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെത്തിയിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ്. നമ്മൾ പണ്ടേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ആൾ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് പലപ്പോഴും ടെറിബിളായിരിക്കും. അപ്പം ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഒരു ഭീകര ഇമ്പാക്റ്റ് 1-2 ബോളുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആൾക്ക് ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റൊന്നും സൃഷ്ടിക്കാൻ ശരിക്കും ട്രൊസാഡിന് കഴിഞ്ഞിട്ടില്ല. ഹാവർട്സിന് പറ്റിയിട്ടില്ല. സെറ്റ് പീസുകൾ ക്യാപിറ്റലൈസ് ചെയ്യാനൊന്നും ഹാവർട്സിന് പറ്റിയിട്ടില്ല. അങ്ങനെ ടോട്ടലി അറ്റാക്ക് പാരലൈസ് ആയി പോകുന്ന സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെക്ലാൻ റൈസ് മാത്രമാണ്. ഇപ്പം വേറെ ആരും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ടോപ്പായിട്ട് അദ്ദേഹം കളിച്ചു എന്നല്ല, പക്ഷേ മിഡ്ഫീൽഡിനെ പിടിച്ചു നിർത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും ഡെക്ലാൻ റൈസ് ആണെന്നുള്ളതാണ്. ജോർജിഞ്ഞോ വന്നു മിഡ്ഫീൽഡിലേക്ക് ആസ് എ പാർട്ട് ഓഫ് ദ ക്രൈസിസ്, ഡിഫൻസിലേക്ക് നമ്മുടെ തോമസ് പാർട്ടി നീങ്ങിയ സിറ്റുവേഷനിൽ. അപ്പം ജോർജിഞ്ഞോക്ക് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഇത്തരത്തിലുള്ള സമയത്തൊക്കെ കുറച്ച് നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്ത പ്ലെയറാണ് ജോർജിഞ്ഞോ. പക്ഷേ അദ്ദേഹത്തിന് ഫുൾഹാമിനായിട്ടുള്ള മാച്ചിൽ കാര്യമായിട്ടൊന്നും ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ. മിഡ്ഫീൽഡിൽ നിന്ന് പ്രോപ്പറായിട്ട് ബോൾ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നില്ല. ഒഡേഗാർഡിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും ഒന്നും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് സാലിബ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. സാലിബ
ബോൾ എത്ര കാമാണ്, എത്ര കമ്പോസ്ഡ് ആണ്, നമ്മൾ മാച്ച് ബൈ മാച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾ സൂപ്പറായിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഡിഫൻസ് അത്യാവശ്യം ടേബിളായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെ അവിടെ ടിംബർ ഉണ്ട്. ടിംബറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് അറ്റാക്സ് കാര്യങ്ങളൊക്കെ വന്നു. എനിവേ അത് പോരാ. എനിവേ ലെഫ്റ്റ് സൈഡ് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ വീക്കാണ്. ടിംബറൊക്കെ നോക്കുകയാണെങ്കിൽ ടിംബർ അത്യാവശ്യം ഡിഫെൻസീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആൾ ചില മൊമെൻറ്റ്സിൽ ആൾ എക്സൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് ഇത് പോരാ. ടോട്ടലി ലെഫ്റ്റ് വിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ആഴ്സണലിനെ അലട്ടുന്നുണ്ട്. അതായത് സെറ്റ് പീസിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആയി, സെറ്റ് പീസ് അല്ലാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം എന്ന് പലപ്പോഴും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ആഴ്സണലിനെയാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ സാക്കിൻ്റെ അടുത്തു നിന്നുള്ള ആ ഒരു ഹെവി ഔട്ട്പുട്ടും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പം ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്നും 2 പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു. കഴിഞ്ഞ മാച്ചിലും അങ്ങനെ തന്നെ ഡ്രോപ്പ് ചെയ്തോ എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ മാച്ചിലും കഴിഞ്ഞ മാച്ച് ജയിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ. ഓക്കെ. അപ്പം ഈ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു. ഈ സിറ്റുവേഷൻ ഭയങ്കര വറിയിങ് ആണ്. അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള മാച്ചിൽ നേടിയെടുത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അത് ഇവിടെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതായത് ലിവർപൂൾ അപ്പുറത്ത് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു, ആഴ്സണൽ അവിടെ മാച്ച് വിജയിച്ചു. പക്ഷേ ഈ ഒരു മാച്ച് ആഴ്സണൽ തോറ്റതോടെ ആ ഒരു അഡ്വാൻറ്റേജ് അവരുടെ കയ്യിൽ നിന്ന് പോയി. അവരുടെ ഈ മാച്ച് സമനിലയായതോടെ ടോട്ടലി നൈസായിട്ട് കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് ഇഞ്ചുറി മാറിയിട്ട് പ്ലെയേഴ്സൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഡിഫൻസിൻ്റെ കാര്യം. പ്ലസ് ഒഫൻസീവിൽ കുറേ കൂടെ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ അവിടെ ആരുണ്ടെങ്കിൽ നമ്മുടെ കലാഫിയോറി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ റൈറ്റ് ബാക്ക്സ് തിരിച്ചെത്തി കഴിഞ്ഞാൽ, അപ്പം ഈ തോമസ് പാർട്ടി മിഡ്ഫീൽഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടീം കുറേ കൂടി സ്റ്റേബിളാവും എന്നൊക്കെ നമുക്കറിയാം. എനിവേ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട് ഇത് പോരാ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവിടെ കളിക്കുന്നത് മാർട്ടിനെല്ലി ആണെങ്കിലും അതുപോലെ തന്നെ ട്രൊസാർഡ് ആണെങ്കിലും കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യണം. അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലാണ്. അവർ ഈ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താത്തത് കൊണ്ടാണ് ടീമിനെ വല്ലാണ്ട് ബാധിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഓഫ് സൈഡ് ഗോൾ വരുന്നുണ്ട് മാർട്ടിനെല്ലിൻ്റെ സൈഡിൽ നിന്ന്. ശരിക്കും മാർട്ടിനെല്ലി അത് കെയർ ചെയ്യണമായിരുന്നു. അത്രയും ക്രൂഷ്യലായ സമയമാണ്. ബോള് ടിംബറിൻ്റെ അടുത്ത് നിന്നാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പം അത് മാർട്ടിനെല്ലി ഓഫ് സൈഡ് കെയർ ചെയ്യണമായിരുന്നു. അത് കെയർ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ സ്ലൈറ്റ് ഓഫ് സൈഡായിട്ട് മാറി. എന്നിട്ട് അത് പോയിട്ട് ഗോളടിച്ചു. പക്ഷെ സാക്ക ഹെഡ് ചെയ്ത് ഗോളടിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എനിവേ അത് ഓഫ് സൈഡായിട്ട് മാറാനുണ്ടായത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗബ്രിയേൽ ജീസൂസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നുണ്ട്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ഒരു സമ്മറിൻ്റെ സമയത്ത്, കഴിഞ്ഞ സമ്മറിൽ എന്തുകൊണ്ട് ഒരു ജീസസിനെ ഒഴിവാക്കിയില്ല, അല്ലെങ്കിൽ ജീസസ് അവിടെ നിൽക്കുക എന്തുകൊണ്ട് മൂപ്പർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നില്ല? ഇത് വലിയൊരു പ്രശ്നമല്ലേ ടീമിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത്. ജീസൂസിൻ്റെ ഒരു പ്രൈം ടൈം, ജീസൂസിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ച് കാലമായിട്ട് ജീസൂസിനെ കാണുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ വിൻ ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല, ഒരു പാസ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്തൊരു ജീസൂസിനെയാണ് കാണുന്നത്. കാണുമ്പോൾ ശരിക്കും വറിയിങ് ആണ്. എനിവേ അത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൊനേരി വന്നതിന് ശേഷം മിഡ്ഫീൽഡ് കുറച്ചൊന്നും ഉണർന്നു. പക്ഷേ കാര്യമില്ല. ഫുൾഹാം സൂപ്പറായിട്ട് ആ ഒരു മിഡ് ബ്ലോക്ക് അവിടെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല സെറ്റപ്പായിട്ട് അവർ ഡിഫൻസ് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ എനിക്ക് പെട്ടെന്ന് തൊള്ളേ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിലും സെറ്റ് പീസിൽ ഇമ്പാക്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓപ്പൺ പ്ലേയിൽ ആഴ്സണൽ കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ അത്ര സ്റ്റേബിൾ അല്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം അപ്കമിങ് മാച്ചസിൽ ഇത് എങ്ങനെ ആർട്ടറ്റ ഫിക്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആർട്ടറ്റയ്ക്കെതിരെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഉയരുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.